ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിനോ വ്ലോഗ്സ്. ജിനോ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നിപ്പോൾ നല്ല ഉച്ച സമയമാണ്. ഇന്ന് ഞാൻ ഉച്ചയ്ക്കത്തെ ഫുഡുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും ഫുഡെല്ലാം കഴിച്ചിട്ടാണ് ഇരിക്കുന്നത്. നല്ല വിശപ്പുണ്ട്, നല്ല വിശപ്പുള്ള സമയമാണ്. സാധാരണ നമ്മളെല്ലാവരും കഴിക്കുന്ന റൈസല്ലേ. ഇന്നെന്താ നമുക്ക് സ്പെഷ്യലായിട്ടുള്ളതെന്ന് നോക്കാം. ഓക്കെ, ചോറ് നല്ല റൈസാണ്. റൈസിൻ്റെ കൂടെ ഉള്ളൊരു ചെറിയ അച്ചാറുണ്ട്, ബീഫ് അച്ചാറാണ്. ഓക്കെ, പിന്നെ റൈസാകുമ്പോൾ ഫിഷ് കറി വേണ്ടേ നമുക്ക്. ഫിഷ് കറി ഇല്ലാതെ എന്ത് അല്ലേ, ഫിഷ് കറി ഇല്ലാതെ എന്ത് റൈസ്. ഇതാ അതുകൊണ്ട് നല്ല മീൻ കറി ഉണ്ട്. ഇത് നല്ല ഈരിയാണ് ഈ മീൻ. കണ്ടോ, ഫേവറേറ്റ് ഉള്ള ആളുകൾ ആരെയും ഉണ്ടോ? ഇതാക്കണ്ടോ, നല്ല ഈരിക്കറിയുണ്ട്. നമുക്ക് കഴിക്കാം. സ്പൂണൊക്കെ എടുത്തു. റൈസ് കണ്ടോ, നല്ല ചൂടുള്ള ചോറാണ്. ഞാൻ റൈസിലേക്ക് ഞാൻ നല്ല എരിവുണ്ട് കേട്ടോ. എരിവുള്ളത് ഇങ്ങനെ ഒഴിക്കുവാണേ. അതിൽ വെള്ളം വരുന്നുള്ളൂ. ഫിഷിൻ്റെ ഒരു പീസ് അങ്ങനെ കഴിക്കാം. പിന്നെ ഇത് ഞാൻ തന്നെ വെച്ചതാണ് ഇവിടെ. നല്ല എരി കണ്ടിട്ടോ. ഞാൻ അത്യാവശ്യം എരിയൊക്കെ ഇടുന്ന കൂട്ടത്തിലാണ്. കണ്ടോ, നിങ്ങൾ എങ്ങനെയാ സാധാരണ ഈ മീൻ കറി വയ്ക്കുന്നത്? ഞാനിതിന് പ്രത്യേകിച്ചൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അങ്ങനെ സാധാരണ നമ്മൾ കുടംപുളി ഇട്ട് തിളപ്പിച്ച്, പിന്നെ ഇത് വെച്ചിരിക്കുന്നത് വെച്ചാൽ കുടംപുളി നമ്മളിവിടെ ഉണ്ടായതാണ്. കുടംപുളി ഇട്ട് തിളപ്പിച്ച് മുളക് പൊടി ഇതൊക്കെ ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം, പുളിയൊക്കെ നന്നായിട്ട് ഗ്രേവിയിൽ പിടിച്ചു വന്നതിന് ശേഷം ഫിഷ് ഇട്ട് വറ്റിച്ച് ചാറക്കൊന്ന് കുറച്ചാക്കിയിട്ട് എടുത്തതാണ്. പിന്നെ അതായത് ബീഫ് അച്ചാർ. ബീഫ് അച്ചാർ ഇട്ടിട്ട് കുറച്ച് ദിവസമായിട്ടോ, കഴിച്ച് നോക്കാം. എരിവുണ്ട്. കുടംപുളിയുടെ ടേസ്റ്റ് നന്നായിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ്, നല്ല അത്യാവശ്യം നല്ല എരിവുണ്ട് കേട്ടോ. കൊള്ളാം, സൂപ്പർ. ഞാൻ വെച്ചോണ്ട് പറയുന്നല്ല, സൂപ്പർ ആയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഞാൻ വെച്ചിരിക്കുന്നത്, ഈ മീൻ കറിയിൽ ഞാൻ ചെയ്തിരിക്കുന്ന പ്രിപ്പറേഷൻ ജസ്റ്റ് വേറെ സ്പെഷ്യൽ ഒന്നും ചേർത്തിട്ടില്ല. നമ്മൾ സാധാരണ കുറച്ച് ചുവന്നുള്ളി വഴറ്റിയിട്ട് അതിനകത്തേക്ക് മുളക് പൊടി, മീറ്റ് മസാല, പിന്നെ കുരുമുളക് ഇവിടെ ഉണ്ടായതാണ്. അപ്പോൾ കുറച്ച് എരിവ് കൂടുതലായിരിക്കും. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പോലെയല്ല, നാടനല്ലേ. അതെല്ലാം നന്നായിട്ട് മൂപ്പിച്ച് കുടംപുളി അതിലിട്ട് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ അതിൽ വെള്ളം ചേർത്ത് തിളപ്പിച്ച് ചാറൊക്കെ ഇങ്ങനെ വറ്റിച്ചതിന് ശേഷം മുന്നിട്ട് തിളപ്പിച്ചെടുക്കുക. സൂപ്പർ. നമ്മളിത് ബീഫിൻ്റെ അച്ചാറാണ്, ബീഫ് അച്ചാറാണ്. കണ്ടോ, കുറച്ച് വലിയ പീസായി പോയിട്ടോ. അച്ചാറിന് സാധാരണ ഇങ്ങനെ വലിയ പീസിലാണ് ഇടുന്നത്, കുറച്ച് വലുതാണ്. അടിപൊളി. അടിപൊളിയാണേ. കണ്ടോ, നല്ല എരിവുണ്ട് കേട്ടോ. കണ്ടോ, നല്ല സൂപ്പർ, നല്ല എരിവുണ്ട്. അപ്പം എങ്ങനെയാ ഗൈസ്, എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് സെറ്റായിരിക്കുവാണോ? കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കഴിച്ചിട്ട് വരും കേട്ടോ. അപ്പം ഞാനിത് ഫിനിഷ് ചെയ്തിട്ട് വരട്ടെ. നിങ്ങൾ എന്തായിരുന്നു ഇന്ന്? എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടായിരുന്നോ നിങ്ങൾക്ക്? പിന്നെ ഫിഷ് ട്രൈ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്തൊക്കെ നോക്കും കേട്ടോ. അപ്പം എല്ലാവർക്കും നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. പിന്നെ
എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ ബൈ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ വേഗം ആയിക്കോട്ടെ കേട്ടോ. ബൈ.